അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചാലഞ്ചിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ചാലഞ്ചിങ് വീഡിയോ എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നൈറ്റ് ഉറങ്ങാതെ കിടക്കൽ അതിനാണ് ചാലഞ്ചിങ് വീഡിയോ. അപ്പോൾ നമ്മൾ 24 hour ചെയ്യണം വിചാരിച്ചതെന്ന് നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ 24 hour ഇന്ന് ഉറങ്ങിയിട്ടില്ല, ഇന്ന് രണ്ടാളും ഉറങ്ങിയിട്ടില്ല. ഇന്ന് കുറേ പുറത്തും കാര്യങ്ങളൊക്കെ പോകാണ്ടെന്ന് കുറേ അലബ് ഇവരൊക്കെ അങ്ങനെ പോയി. അപ്പോൾ 24 hour ചെയ്യാൻ വിചാരിച്ചിരുന്നു. ഇനിയൊരു വെരി നൈസ് 24 hour ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കറണ്ട് ടൈം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 10 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടും, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുക്കിംഗ് കുറേ കാര്യങ്ങൾ, കുറച്ച് നേരം ടി വി കാണാം, അധികം നേരം ടി വി ഉണ്ട്, പിന്നെ ടി വി കണ്ടിരുന്നാൽ പോലെ നമ്മൾ ടി വി കാണാൻ തന്നെ ഇരുന്ന്. അപ്പോൾ കുറേ നേരം ടി വി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ട് പോകും ടൈം. അപ്പോൾ നമുക്ക് കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഔട്ടാണ് അത് അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഔട്ടാണ് ഗൈസ്. അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഗെയിംസിൻ്റെ റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് ഇരുന്ന് ടി വി ആയിരുന്നു കിടക്കാനും പറ്റൂല. കിടക്കുമ്പോൾ എന്തായാലും ഉറക്കം വരും. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വാഷ്റൂമൊക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ ഉറങ്ങിയത് ഞാൻ കാണുക. അങ്ങനെ കിടക്കാൻ പറ്റൂല, റൂള് തെറ്റി. ഞാൻ സ്റ്റാർട്ട് പറഞ്ഞാൽ ഇരിക്കണം, കംപ്ലീറ്റ് എങ്ങനെയാണ് ഇരിക്കണം അങ്ങനെ ഇരിക്കണം. അങ്ങനെയും കാണാൻ പറ്റില്ല, കറക്റ്റ് ഇരിക്കണം. എങ്ങനെയാണ് നോർമലായിട്ട് ഇരിക്കണം അങ്ങനെ ഇരിക്കും. അത് ഞാൻ സ്റ്റാർട്ട് പറയാൻ പോകണേ, കറക്റ്റ് അതേമാതിരി ഇരിക്കണം, അല്ലെങ്കിൽ കളിയിൽ നിന്ന് പുറത്താണേ. ഗൈസ്, ഒരു കംപ്ലീറ്റ് റൂളുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങി പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഫാനൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ചെറിയ കുക്കിംഗ് പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിത് ഇനി കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കാം കേട്ടോ. വെറുതെ ഇരുന്ന് ഇങ്ങനെ ചടക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടൈം എന്താ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, 11:34 കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ പോവാണ്. കുറേ നേരം കഴിഞ്ഞ് ഇരുന്നാൽ നമ്മൾ തന്നെ ചർച്ച ചെറിയ ടൈപ്പ് കുക്കിംഗ് ഒക്കെ ആവാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ടൈം എന്തായാലും 11:34 ആയിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ്റെ കുക്കിങ്ങിലേക്കാണ്. എന്തേ അശ്വിൻ മുട്ട എടുക്കുന്നു, വെതറുന്നു, ഉണ്ടാക്കുന്നു. ഇവനാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, ഷെഫ് വേണാട്ടോ. വലുതായിട്ട് ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല, നമ്മള് ബുൾസൈ ഉണ്ടാക്കാം, അതല്ലേ നമ്മള് ബുൾസൈ ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം ഇവൻ്റെ ചീത്ത വിളിക്കണം എന്നാണ്. നമ്മൾ 4 മുട്ടയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതേ പാനൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് അതിലേക്കുള്ള എണ്ണ, ഉപ്പ് കാര്യങ്ങളൊക്കെ റെഡി കേട്ടോ. അപ്പോൾ ഗൈസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല. ഇത് ചെറിയ കുട്ടികളാരും ഈ വീഡിയോ കണ്ടിട്ട് അനുകരിക്കാതിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വീഡിയോ കണ്ടിട്ട് അനുകരിച്ചിട്ട് നമുക്ക് ശരീരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് വെള്ളം, ഫുഡും പിന്നെ ഉറക്കും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 3ഉം ശരീരത്തിന് കിട്ടിയാലേ ഊർജ്ജം കിട്ടുള്ളൂ. അപ്പം നമ്മളെ വീഡിയോ കണ്ട ആരും ട്രൈ ചെയ്ത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കട്ടോ. പാനൊന്നായി കത്തിയ മതി ഉണ്ടോ ഓൻ അവിടെ പോയിട്ട് ടി വി കാണാൻ തുടങ്ങി. എന്താണ് എന്തോ ചാലഞ്ചാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. ഓൻ അവിടെ ടി വിയിലാണ്, നമുക്ക് മനസ്സിലാവും, അവിടെ ടി വിയിലാണ്. നമുക്ക് പാന് ചൂടായി വന്നു. പാനൊന്ന് ചൂടായിക്കണം കൈ വെച്ച് നോക്കിയാൽ അജ്ജി വെച്ച് നോക്കുന്നത് എണ്ണ ഒഴിക്കാം കേട്ടോ. നമുക്കിത് നമുക്ക് ഇതൊന്നാകെ ഇട്ടാം കേട്ടോ. മോഡൽ ഷെഫാട്ടോ, അങ്ങനെയൊക്കെ ചേർന്നാലാ. ഫോൺ അധികം അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ഇതെന്താ 240 ഇവനെ കൊണ്ട് വല്ലാത്ത കഷ്ടാട്ടോ. മാനുവൽ ഇടാനുള്ള ഇതിനാണോ എന്തിലിട്ടിക്കണെന്ന് ഞാൻ ഡീപ്പ് ഫ്രൈയിലൊക്കെയാണ്. മുട്ട കിടന്ന് അങ്ങോട്ട് വേവാണ്ട് അന്ന് കരിഞ്ഞ് കൈ കിട്ടും. ഇവൻ്റെ മോന്തൊക്കെയോ അവൻ്റെ മോന്തം എൻ്റെ കൈ വെച്ചോ. അപ്പോൾ ഗൈസ് പിന്നെ പ്രാന്താട്ടോ, ഡീപ്പ് ഫ്രൈയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഒന്നാ കത്തി മുട്ട പൊട്ടി തെറിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഗൈസ് ഉണ്ടാക്കാൻ അറിയും വിചാരിച്ചിട്ട് ഈസി കുക്കിൽ തേങ്ങ അറിയില്ല കേട്ടോ. നോക്കിയേ ആ കരിഞ്ഞ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്തായാലും മുട്ട ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ അതെ മുട്ട പൊട്ടിക്കാൻ എത്തിയിട്ടുണ്ട്. ക്യാമറ ഇടയ്ക്ക് ബ്ലറാവുണ്ടേ, വേറൊന്ന് ക്യാമറ ക്വാളിറ്റി ഇത്രയും മോശമാണ്, കുഴപ്പമില്ല. ഗൈസ് വിരിയാൻ പോണ മുട്ട പൊട്ടിക്കാണ്ട് ഗൈസ് വിരിയാൻ പോണ മുട്ടൊക്കെ എന്നാ പറയണത്. അശ്വിൻ്റെ കണ്ടുപിടുത്തം എത്ര. വിരിയാൻ പോണ മുട്ട ഒന്ന് പൊട്ടി അതിൻ്റെ ഉള്ളിലത്തെ ഉണ്ണിയൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വിരിയാൻ പോണ മുട്ടേൻ്റെ ഒരു ഷേപ്പാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലിട്ട് കഴിഞ്ഞാൽ അപ്പം വിരിയും എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ. വിരിഞ്ഞത് അണഞ്ഞിരിക്കും അവിടെ പിന്നെ എന്തൊക്കെ കാണാനോ ആവും. ഗൈസ് 4 മുട്ട ഉണ്ടായിട്ട് 2 മുട്ട ഇട്ടിട്ട് കൊടുത്തോ. എൻ്റെ മോന്ത കണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ വെറുതെ. ഓക്കെ ഒന്ന് റെഡി ആവട്ടെ, രണ്ടാമത്തെ ഒന്ന് റെഡി ആയിട്ട് കാണേ. ഓക്കെ നെക്സ്റ്റ് പെപ്പർ ചിക്കൻ. എന്തിനോ എന്തൊക്കെയോ പറയണ ഓൻ തന്നെ ബുദ്ധി ഇല്ലാത്തൊരു കഥ. അപ്പം നമുക്കിത് എന്തായാലും രണ്ടാമത് റെഡി ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ മുട്ടൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും പാത്രത്തേക്ക് മറക്കേ. അവിടെ ക്യാമറയിലായിട്ടാണ് ഇത്ര കളർ മുട്ടയ്ക്ക്. ക്യാമറ ക്വാളിറ്റി ഇത്തിരി മോശമാണ്, കുഴപ്പമില്ല. പക്ഷെ മുട്ടേനെ കാണാൻ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇതടുത്ത് അവനുള്ള 2 പുൽസൈറ്റാക്കാൻ വേണ്ടി ഇത് നേരെ കൊണ്ടുപോയിട്ട് എങ്ങനെ ഇടണം അവർ. വേറൊരു സാധനം നമ്മൾ ഒന്നും ഇപ്പോൾ വീട്ടിലൊന്നുമില്ല. പ്രൊഫഷണൽ ഷെഫിൻ്റെതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിന്റെ 2ഉം പൊട്ടിച്ചിട്ടാണോ അതിന്റെ ഉണ്ണി പൊട്ടിയില്ല എന്ന് പറയണത് കേട്ടോ. എന്താണോ വീണ്ടും പൊട്ടിച്ച് പിന്നെ എന്തിനാടാ നീ ഉണ്ണി പൊട്ടാതിട്ടത്? കഴിവാണ്. ഞാകെ ഇതിൽ കാണാന്ന് 2 മുട്ട. നാളെ ഇത് മറ്റേ ഗൈസ് ഈ ജിമ്മ് കഴിഞ്ഞ് വന്നാല് ജിമ്മ് ജിമ്മലടാ പ്രൊഫഷണൽ ആൾക്കാർ അതാണോ ഇങ്ങനെ. അപ്പൊ നമുക്കെന്തായാലും വേറെ ഒരു പണിയും ഇല്ലാത്തോണ്ട് TV ഇരുന്ന് കുറച്ചേരം കണ്ടു. അതാട്ടോ റീലിങ്ങനെ കണ്ടു തിരിയുന്നത്. ഇവനാണ് ഫുള്ള് TV. ടൈം ഇപ്പം ഏകദേശം എത്രയായെന്ന് പോലും നമുക്ക് നോക്കാം ടൈം എത്രയായിട്ടുണ്ടെന്ന്. ഓക്കെ ഇവനാണ് കേട്ടോ ഇതൊക്കെ കണ്ടങ്ങോട്ട് വെക്കുന്നത്. അഴുക്ക് ചേർക്കാൻ എന്ന് പറഞ്ഞാൽ ഗൈസ് ടൈം കാണാൻ പറ്റുന്നുണ്ടല്ലോ 11:43 കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ സ്റ്റോപ്പാക്കി വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവും. നമുക്കെന്തായാലും അവൻ്റെ കുക്കിംഗ് എവിടെ വരെ ആയിരുന്നു പോയി കേട്ടോ. ക്യാമറ ബ്ലറാവുണ്ട്, ക്യാമറ ക്വാളിറ്റി 3. എടാ പാനൊക്കെ ഇവിടെ വെച്ച് പോയി. കുറച്ച് ഇത് കാണിക്കണ്ടേ ഗൈസ്. ഇതിന് ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാക്കിയ സത്യമൊക്കെ നമ്മൾ നന്മമാരാട്ടോ. നമ്മൾ തെറ്റ് കയറ്റി കളഞ്ഞ്. അപ്പോൾ നമുക്കെന്തായാലും നമ്മളുടെ കോയമ്പട്ട എടുക്കാം. എനിക്ക് ഫോർക്ക് വേണ്ട, ഞാൻ കയ്യേറ്റുന്ന നാളെ സോറി. ഓക്കെ സെറ്റ്. നമുക്കെന്തായാലും കോയമ്പട്ട കഴിക്കാം. ഓക്കെ ഗൈസ് കഴിക്കും. പാത്രം കേൾക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫുള്ളും പാത്രമാണ്. അപ്പോൾ നമ്മൾ കൈ കേട്ടോ, അതാണ് നല്ലത്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നോട്ടെ, കാരണം വേറെ ഒന്നുമില്ല, പുട്ടായതുകൊണ്ട് ഒട്ടി പിടിക്കാനുള്ള കാരണം കൊണ്ട്
കുറച്ച് നേരം വെള്ളത്തിൽ എടുക്കട്ടെ. എന്നിട്ട് നല്ല നമുക്ക് കഴുകിയെടുക്കും കേട്ടോ. ഇവിടുത്തെ ഒരു വീ നോക്കി ഈ രാത്രി ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഇത് ക്ലോസ് ചെയ്യാം. അയ്യോ, നമ്മൾ പുറത്ത് വരുമ്പോൾ ഒരു മാവുമ്മ കണ്ടപ്പോൾ ഞാൻ ചാടി പൊട്ടിച്ചാട്ടോ. പച്ചമാങ്ങയാണ്, പഴുത്തല്ല. പഴുത്ത അവിടെ ഉണ്ടായിരുന്നു, പൊട്ടിക്കണം വിചാരിച്ചപ്പോഴേനും വേറൊരു ചെങ്ങായി പൊട്ടിച്ചു കൊണ്ടേ ഗുയിസ്. അപ്പോൾ ഇത് ഒരു ഉപ്പ് മുളകൊക്കെ അടിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള മൂടല്ല ഗുയിസ്, കാരണം വയറ് ഫുള്ളാണ്. ഫുഡ് കഴിച്ച് അതിൻ്റെ ഒപ്പം ഈ മുട്ടയുണ്ടായി കഴിച്ച് വയറ് ഫുള്ളാണ്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ഗായ്സ് ഞാൻ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ റൂമിലാണ്. അപ്പോൾ ഒന്ന് ചലഞ്ച് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. Eat 5 star, do nothing. അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാ. ഞങ്ങൾ ടി വിയിൽ ഇങ്ങനെ ഓരോ വീഡിയോയും കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുത്ത നല്ല ഉറക്കം. അപ്പോൾ ഗായ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചലഞ്ച് ഇനി ഒരു ക്യാമറ റെഡി കണ്ട. അപ്പോൾ ഈ ചലഞ്ച് എന്തായാലും ഇനി ഇന്ന് എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് എന്തായാലും ഞാൻ ഈ നൈറ്റിൽ ഞാൻ ജയിച്ചു. ഇനി 24 hours. അപ്പോൾ ഞാൻ ജയിച്ച് ഇതേ കിടക്കുന്നത്. ഫോക്കസിന് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഒന്നും ഇതില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓൻ രാവിലെ എണീച്ചിട്ട് ഓക്കെ ഓൻ്റെ റിയാക്ഷൻ എടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഓനെ ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ടാണ് വിളിക്കാത്തത്. ബൈ. ഇതിപ്പോൾ രാവിലെ ആയിട്ടോ വന്നാൽ ഇന്നലത്തെ വീഡിയോ ഫുള്ള് ഫ്ലോപ്പായി തന്നെ പറയാം. അല്ല, ഞാൻ ജയിച്ച് ഫ്ലോപ്പാ. ഞാൻ ജയിച്ചിട്ടോ. അല്ല ഞാൻ അതിൻ്റെ തലേദിവസം കുറേ നേരമായി കിടന്നുറങ്ങുമ്പോൾ ഏകദേശം 1 മണി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ആ ക്ഷീണത്തിനും കൂടിയാണ്ട് ഉറങ്ങിയതല്ലേ, ഞാൻ ആ ടി വി കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നതാണ്, കിടന്നതാണ്. അവിടെ ഇങ്ങനെ കിടന്ന് ആ ഫാൻ്റെ കാറ്റും കൊണ്ട് ആ ക്ഷീണം എല്ലാം കൂടി ആയിട്ട് ഞാനായിട്ട് കിടന്നിറങ്ങി. ഇനി പ്രോപ്പറായിട്ടുള്ളൊരു 24 hour നോ സ്ലീപ്പ് ചാനൽ വരണ്ട കേട്ടോ. അത് ഇപ്പോൾ തന്നെ വരും എന്തായാലും. ക്യാഷ് പ്രൈസ് ഒന്നുമില്ല, സമ്മാനമൊന്നുമില്ല. ജയിച്ച എനിക്ക് പ്രോത്സാഹനം. ഇവിടെ 2 പഴുത്ത മാങ്ങ നിൽക്കുന്നുണ്ട്. വീട്ടിന് മുന്നിലാണ്. നമുക്ക് നല്ല പഴുത്താണ്. ചാടിച്ച് പൊട്ടി ചാടി പൊട്ടിക്കണം. ഒന്നും കൂടി തൊട്ടടുത്തുള്ള ഒന്നും കൂടി തൂടി. എടാ ആ ചേച്ചി വെക്കണ്ട ഫോട്ട. ആരും അറിയാം നമ്മൾ 2 ഭാഗം ലൈസ് പൊട്ടിച്ചിട്ട് ആ ചേച്ചി വെക്കണ. അതാരും പുറത്തു പോയി അനുകരിക്കാതിരിക്കുക. പെരക്കാർ വാളും വെട്ടി നമ്മൾ ചോദിച്ചിട്ടാ പൊട്ടിച്ച്. എപ്പോൾ ചോദിച്ചു? ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ കണ്ട് സ്പോട്ടിൽ പൊട്ടിച്ച് അത്ര തന്നെ. അവിടെ ചേച്ചിയായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ഇറങ്ങിയ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മാങ്ങ കിട്ടി, 2 പഴുത്ത മാങ്ങ കിട്ടി.